വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു വൺ സൈഡ് ലവ്. നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും അതുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടെത്താനുള്ള 10 ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും ലെറ്റാക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, അവർ നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും കേട്ടോ. എപ്പോഴും നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം നിങ്ങൾ കോളേജിൽ പഠിക്കുകയാണ്, നിങ്ങൾക്ക് സപ്ലി എക്സാം ഒക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ നിങ്ങളെ പാസ്സാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു തരും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചെയ്യാനുള്ള ഒരു സംഭവങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ അവർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ മാക്സിമം അവർ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇത് അവരുടെ ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുമല്ലോ നല്ലതാണ്, നല്ലൊരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു ഗേൾ നിങ്ങളെ വൺ സൈഡ് ആയിട്ട് സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും അവൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, അവൻ നല്ല കാര്യം ചെയ്താലോ ചീത്ത കാര്യം ചെയ്താലോ അതൊന്നും അവൾക്കൊരു പ്രശ്നമായിട്ട് തന്നെ വരില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യാനാണ് നോക്കുക. നിങ്ങളുടെ ഇന്ന കാര്യം ചെയ്തത് ശരിയായില്ല, ഇന്ന കാര്യം ചെയ്തത് ശരിയായി അങ്ങനെയൊന്നും പറയില്ല. അവർ നിങ്ങളെ മാക്സിമം എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ നോക്കുള്ളൂ. തേർഡ് പോയിന്റും വരുന്നത് സെക്കൻഡ് പോയിന്റിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ്. ഈ 10 പോയിന്റും ഈ ഒരു പോയിന്റിനൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. നിങ്ങളുടെ നല്ല കാര്യങ്ങൾ മാത്രമാണ് അവളുടെ ഫാമിലിനോടും ഫ്രണ്ട്സിനോടും എല്ലാം ഷെയർ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബാഡ് ചേഞ്ച് ഉണ്ടായിരിക്കാം, ഒരു ബാഡ് ക്യാരക്ടർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും അവൾ ആരോടും ഷെയർ ചെയ്യില്ല. നിങ്ങളുടെ നല്ല കാര്യങ്ങൾ മാത്രമേ എല്ലാവരോടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മോശക്കാരനാക്കാൻ അവൾ ഒരിക്കലും ശ്രമിക്കില്ല. ഇങ്ങനത്തെ ഒരു നേച്ചറുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഫോർത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഗിഫ്റ്റുകളൊക്കെ അവർ ഓഫർ ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോഴും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, അല്ലാതെയും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഒരു ലവ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ സമയത്ത്, ഇപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം, അങ്ങനെ നിങ്ങൾക്കൊരു ജോബിന്റെ പ്രൊമോഷൻ കിട്ടിയായിരിക്കാം, അങ്ങനെ നിങ്ങളുടെ സ്പെഷ്യൽ സമയത്ത് നിങ്ങൾക്ക് നല്ല നല്ല ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അവർക്ക് ചിലപ്പോൾ നിങ്ങളോടൊരു വൺ സൈഡ് ലവ് ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഫിഫ്ത്ത് പോയിന്റ് ആണ്, അവരെപ്പോഴും നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കും. അവരെവിടെ പോയാലും നിങ്ങളും കൂടെ വേണം എന്നുള്ളൊരു കാര്യം അവർ ആഗ്രഹിക്കും. എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം എപ്പോഴും നിങ്ങൾ വേണം, നിങ്ങളൊരു പ്രസൻസ് അവർ എല്ലായിടത്തും ആഗ്രഹിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യത്തിന് പോലും നിങ്ങളങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാവാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സിക്സ്ത് പോയിന്റ് ആണ്, അവൾ ഒരിക്കലും അവളോട് ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയില്ല. സാധാരണ ഈ ഗേൾസ് കുറച്ച് നാണമുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറയാത്തത്. ഇപ്പം ചിലരൊക്കെ ഇഷ്ടം തുറന്നു പറയുന്നവരുണ്ട് കേട്ടോ, പക്ഷെ അത് റെയർ കേസാണ്. ഒട്ടുമിക്ക ഗേൾസും അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയില്ല. അവർ ചില ഹിന്റുകളൊക്കെ തന്നുകൊണ്ടിരിക്കും. നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ അവരോട് സ്നേഹം തുറന്നു പറയണം എന്നാണ് അവർ വിചാരിക്കുക. ഒരിക്കലും അവർക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ കൂടിയും അവരത് മറച്ചു വെക്കാൻ മാത്രമേ ശ്രമിക്കുള്ളൂ. നിങ്ങൾ അത് കണ്ടെത്താൻ നിങ്ങൾക്ക് കുറച്ച് ഹിന്റും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കും. സെവൻത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ കൂടുതൽ അവൾ ശ്രമിക്കുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്, നല്ല ഹാബിറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ അവൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ നിങ്ങളുടെ ഫാമിലി വഴിയോ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവൾ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങളോടൊരു വൺ സൈഡ് ലവ് ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നയൻത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, അവളല്ലാതെ വേറെ ഒരു സ്ത്രീയും നിങ്ങളോട് അടുക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവൾ അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം അവളല്ലാതെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു ഫ്രണ്ട് ആയാൽ പോലും നിങ്ങളോട് കൂടുതൽ അടുക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം അങ്ങനത്തെ ഒരു വൺ സൈഡ് ലവ് മനസ്സിലുണ്ടല്ലോ. അപ്പോൾ വേറൊരാൾ നിങ്ങളോട് കുറച്ച് ക്ലോസ് ആയിട്ട് ഇടപെടുന്നതൊന്നും അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ നിങ്ങളുടെ ലൈഫിൽ ആരുടെയെങ്കിലും ലൈഫിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാം. 10ാമത്തെ പോയിന്റും അവസാനത്തെ പോയിന്റിലോട്ട് നമുക്ക് കടക്കട്ടോ. അവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എവിടെ പോയാലും അവർ നിങ്ങളെ തന്നെ നോട്ടീസ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണ്, അവരാദ്യം തന്നെ നോട്ടീസ് ചെയ്യാൻ നിങ്ങളെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ഇഷ്ടം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ കണ്ണുകൾക്ക് നിങ്ങളെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അവർക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം, പക്ഷെ
ഇതിൽ മെജോറിറ്റി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അവർ നിങ്ങളെ വൺ സൈഡ് ലവ് ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.